Okay, good afternoon. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് പഠിച്ചു? ഫോർത്ത് ലെസൺ കഴിഞ്ഞു അല്ലേ? ഏകദേശം ഫോർത്ത് ലെസൺ കഴിഞ്ഞില്ലേ? എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? All of you take your textbook. അതിന്റെ അർത്ഥം എല്ലാവരും എഴുതിയോ നോട്ടിലേക്ക്? അർത്ഥം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ സൂര്യദേവേ? ഓക്കെ, നമുക്ക് ഇന്ന് എഴുതാതെ. പാഠം മനസ്സിലായോ എല്ലാവർക്കും? ആദിദേവ് മനസ്സിലായോ? ആഷിന് എന്തേ മനസ്സിലായില്ലേ? മനസ്സിലായി അല്ലേ? ഓക്കെ, പാഠം 4 കാവൽക്കാരൻ അല്ലേ? എല്ലാരും വായിച്ചിട്ടുണ്ടായിരുന്നോ? എത്ര പ്രാവശ്യം വായിച്ചു? വായിച്ചോ 2-3 പ്രാവശ്യം? ഷംവിയിലെ വായിച്ചിട്ടില്ല അല്ലെ? ഷംവിയിലെ ഓക്കെ, വായിച്ചിട്ടുണ്ടാവും. ഇപ്പൊ കാവൽക്കാരൻ അല്ലെ? പാഠം 4 കാവൽക്കാരൻ, അതാ നമ്മൾ പഠിച്ചത് അല്ലേ? നമ്മുടെ വീട്ടിൽ കാവൽ കിടക്കും നായൊരു നല്ല മൃഗം, നമ്മെ കാണുന്നളവത് കാട്ടും നന്ദി മറക്കാമോ, വല്ലതും ഒന്നു കൊടുക്കും പുരുഷനെ വളരെ ബഹുമാനം, വാലും പൊക്കിക്കൊണ്ടവനുടെ മേൽ വന്നിതുടൻ കേറും അല്ലെ? പറ്റെ താണു നിലത്ത് കിടക്കും പരിചൊടെഴുന്നേൽക്കും, കാലും കയ്യും കനിവൊടു നക്കും കരുണം വിളികൂട്ടും, നമ്മളുറക്കം കൊണ്ടു കറങ്ങും നടുരാവാൻ നേരം, നല്ലൊരു വീട്ടിന് ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ, തന്നെ യജമാനനു വേണ്ടിയിട്ടത് തന്നുയിരും നൽകും, മരണം വരെയും നന്ദി എഴുന്നവൻ മറ്റാരിതുപോലെ. എന്താ പറഞ്ഞത്? മരണം വരെ നന്ദി എഴുന്നവര് മറ്റാരും ഉണ്ടാവില്ല നായയെ പോലെ അല്ലെ? നമ്മുടെ പട്ടിയെ പോലെ നന്ദിയുള്ള മൃഗം മറ്റാരും ഉണ്ടാവില്ല കേട്ടോ. ഓക്കെ, നമ്മളത് കൃത്യമായി പറഞ്ഞാണ് അല്ലെ? നമ്മളെല്ലാവരും ഉറക്കത്തിലുള്ള സമയത്തും പട്ടി നമ്മുടെ വീടിന് വേണ്ടി കാവലായിട്ട് നിൽക്കുക അല്ലെ? ഓക്കെ, അതൊക്കെ നമ്മൾ പറഞ്ഞാണ്. അപ്പൊ നെക്സ്റ്റ്, എല്ലാവരും ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ? ലിസൺ ഹിയർ. അപ്പൊ നമ്മൾ ആദ്യം ഇന്ന് അർത്ഥം ഒന്ന് വായിക്കുന്നുണ്ട്. ഓക്കെ, മിസ് വായിക്കാം. അപ്പൊ അർത്ഥം സെൻഡ് ചെയ്ത് തരില്ല കേട്ടോ വാട്സപ്പില്. നിങ്ങൾ നോക്കി എഴുതില്ലേ പ്രിയ? ഓക്കെ, അപ്പൊ വേണമെങ്കിൽ നോട്ട്ബുക്ക് എടുത്തോ. ടേക്ക് യുവർ നോട്ട്ബുക്ക്. ആദ്യം ടെക്സ്റ്റിൽ കംപ്ലീറ്റ് ചെയ്താൽ മതിയേ. നോട്ട്ബുക്ക് അതായത് 3rd ലെസൺ കംപ്ലീറ്റ് അല്ലേ എല്ലാവർക്കും? ഓക്കെ, ഇന്ന് പാഠം 4 കാവൽക്കാരന് ഹെഡിങ് എഴുതിയതിനു ശേഷം നിങ്ങൾ എഴുതണം. അർത്ഥം എഴുതുക എന്ന് എഴുതിയതിനു ശേഷം എഴുതണം. എന്ത്? ആദ്യം പരിചൊട് അല്ലേ? പരിചൊട്. എന്താ പരിചൊട്? എന്താ അർത്ഥം? എന്താ ഷംവിയിലെ? ടെക്സ്റ്റ് നോക്കുന്നില്ലേ നിങ്ങള്? പരിചൊട്. ഓക്കെ, വേണ്ടതുപോലെ അല്ലെ? വേണ്ടതുപോലെ. നെക്സ്റ്റ് ഏതാ ഉള്ളത്? കനിവ് അല്ലെ? കനിവ്, ദയ. നോട്ടിൽ എഴുതുന്നെങ്കിൽ ഈ ടൈമിൽ തന്നെ നിങ്ങൾ എഴുതുന്നെങ്കിൽ അവർ നോക്കി എഴുതണം. ഓക്കെ, അല്ലെങ്കിൽ ടെക്സ്റ്റ് നമുക്ക് ഇപ്പോ കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം മിസ് എഴുതി സെൻഡ് ചെയ്ത് തരാം, അല്ലെങ്കിൽ നിങ്ങളുടെ മിസ്റ്റേക്ക് ആക്കും. ഓക്കെ, അപ്പൊ പരിചൊട് വേണ്ടതുപോലെ, കനിവ്, ദയ, കരുണം. എന്താ കരുണാർത്ഥം? എന്താ ആൻഡ്രൂസേ? നിഹാലേ? പരിചൊട് വേണ്ടതുപോലെ അല്ലേ? ഓക്കെ, കനിവ്, ദയ, കരുണം, മനസ്സലിവ് തോന്നിക്കുന്ന വിധത്തിൽ. നെക്സ്റ്റ് ഏതാ? നടുരാവ്. ഏതാണ്? പാതിരാത്രി അല്ലേ? ഓക്കെ. തുണ,
സഹായം. സഹായം. യജമാനൻ. ആരാ യജമാനൻ? കുടുംബത്തിന്റെ നാഥനാണ് യജമാനൻ. ഉയിർ. ജീവൻ. ജീവൻ. ഓക്കെ. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താ പഠന പ്രവർത്തനങ്ങളില്? പകരം പദങ്ങൾ ചതുരത്തിൽ നിന്ന് കണ്ടെത്താം എന്നാണ് അല്ലെ? എല്ലാരും പെൻസിൽ കൊണ്ട് ടെക്സ്റ്റിൽ എഴുതണേ. എന്താ ഫസ്റ്റ് വൺ? നായി. നായി, ശ്വാനൻ, ശുനകൻ. അത് അവിടെ തന്നെ ഉണ്ട് ഓൾറെഡി. നെക്സ്റ്റ് വൺ ഏതാ? നെക്സ്റ്റ് വീട് അല്ലെ? വീട്. വീട് എന്താ? ഓക്കെ, ഇതാ നമ്മുടെ ഈ കോളത്തിലുണ്ട്. എന്തൊക്കെയാണ് വീടിന്റെ പര്യായപദങ്ങള്? ഓക്കെ, അൽനാഗസ്റ്റിൻ പറഞ്ഞേ മോളെ. ഓക്കെ, ഭവനം, ഗൃഹം. ഓക്കെ, അവിടെ എടുത്ത് എഴുതിയേ. നോക്കിട്ട് ആ കോളത്തിൽ നോക്കി എഴുതി. ഭവനം, ഗൃഹം. ദേവാഞ്ജന, why are you late? എന്ത് പറ്റി ദേവാഞ്ജന? ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്തേ മോളെ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തു ക്ലാസ്. ഓക്കെ, അർത്ഥം എഴുതുക എഴുതി. അർത്ഥം ഇതിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് വരുന്നത് പകരം പദങ്ങൾ. ഓക്കെ, എഴുതിക്കോ. നായി, ശ്വാനൻ, ശുനകൻ. വീട് എന്താ? ഭവനം, ഗൃഹം. എഴുതിയോ? അതെ അല്ലേ? ഓക്കെ, വേഗം എഴുതിക്കോ. നെക്സ്റ്റ് കാല്. കാലിന്റെ എന്താ? എന്തൊക്കെയാ ഇതിലുള്ളത്? എന്തൊക്കെയാ ഷമ്മിലെ? ഏതാണ് കാലിന്റെ ഇത് വരുക? പാദമുണ്ട്, ഈശനുണ്ട്, കരമുണ്ട്, ഗൃഹമുണ്ട്, ചരണം, ഭവനം, സ്രഷ്ടാവ്, പാണി. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഏതാണ് പാദത്തിന്റെ? കാലിന്റെ ഏതാ? പാദം. പിന്നെയോ ചരണം. പാദം. ഓക്കെ, എഴുതിക്കോ. പാദം, ചരണം. അബ്ദുൽ ബാസിത്തെ, നമ്മളിവിടെ പര്യായപദം എഴുതാൻ തുടങ്ങി കേട്ടോ. രണ്ടാമത്തെ പഠന പ്രവർത്തനങ്ങളിൽ രണ്ടാമത്തെ പേജ് നമ്പർ 17. ഓക്കെ, ദേവാഞ്ജന അൺമ്യൂട്ട് ചെയ്തോ. പ്ലീസ് അൺമ്യൂട്ട് ദേവാഞ്ജന. ഓക്കെ, എന്താണ്? വീട്, ഭവനം, ഗൃഹം. വീട്, ഭവനം, ഗൃഹം. നെക്സ്റ്റ് തേർഡ് വൺ കാല്. കാല് ഏതാ? പാദം, ചരണം. ഏത്? വീട്, ഭവനം, ഗൃഹം. ഇവിടെ കോളത്തിലുണ്ട്, നോക്കിയത് കണ്ടോ? വീടിൻ്റെത് ഭവനം, ഗൃഹം. നെക്സ്റ്റ് വൺ ഏതാ? കാല്. ഓക്കെ, കാലിന്റെ ഏതാ? പാദം, ചരണം. ഏതോ? ആദിദേവ് ഫിനിഷ് കഴിഞ്ഞോ? സൂര്യദേവ്, ശ്രീദേവ് എല്ലാവർക്കും ഫിനിഷ് ആയോ? എബിൻ എഴുതി കഴിഞ്ഞോ? ക്രിസ്റ്റി വീഡിയോ ഓൺ ചെയ്തേ മോനെ. മുഹമ്മദ് ഷംബീർ, അൽനാഗസ്റ്റിൻ, മുഹമ്മദ് നിഹാൽ എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതണേ. ഈ ടൈമിൽ തന്നെ എഴുതണം, എഴുതാതെ അവിടെ മാറ്റി വെക്കരുത്. ആഷിൻ എഴുതി, നിഹാല്. അബ്ദുൽ ബാസിദ് എന്തായി? ഓക്കെ, ദേവാഞ്ജന എഴുതി കഴിഞ്ഞോ? ക്രിസ്റ്റീസിൻഡോ? ഓക്കെ, നെക്സ്റ്റ് കൈ. കൈയിലേതാ? ആർക്കറിയാം? കൈ കരം, പാണി. കരം, പാണി. ഓക്കെ, കരം, പാണി. അത് നോക്കി എടുത്ത് എഴുതിയേ. അവിടെ കരം, പാണി എഴുതി. കൈ, കരം, പാണി. നെക്സ്റ്റ് ദൈവം. ദൈവം, ദൈവം. ഓക്കെ, ഈശ്വരൻ, സ്രഷ്ടാവ്. ഈശ്വരൻ, സ്രഷ്ടാവ്.
ഈശ്വരൻ എഴുതണേ ദേവപ്രിയ. ഈശ്വരൻ സ്രഷ്ടാവ്. നോക്കി എഴുതണേ മിസ്. ഈശൻ എന്നല്ല, ഈശ്വരൻ അല്ല, ഈശ്വരൻ. ഈശ്വരനും ആണ്, പക്ഷെ ഇതിൽ ഈശനാണുള്ളത്. ഈശൻ സ്രഷ്ടാവ്. കഴിഞ്ഞോ? ഓക്കെ. നെക്സ്റ്റ് പിരിച്ചെഴുതുകയാണ്. പഠന പ്രവർത്തനങ്ങളില് 3 പിരിച്ചെഴുതുക അല്ലേ? 18 പേജ് നമ്പർ 18 പഠന പ്രവർത്തനങ്ങളിൽ എന്താണ്? 3 പിരിച്ചെഴുതുക. പറ്റെ താണു. ഓക്കെ. പറ്റെ താണു. പറ്റെ പ്ലസ് താണു. പറ്റെ താണു. നെക്സ്റ്റ് എന്താ? കാണുന്ന അളവ്. എന്താണ്? കാണുന്ന പ്ലസ് ഓക്കെ, കാണുന്ന പ്ലസ് അളവ്. കാണുന്ന പ്ലസ് അളവ്. അളവ്. കാണുന്ന അളവ്. കഴിഞ്ഞോ? കാണുന്ന പ്ലസ് അളവ്. കാണുന്ന അളവ്. ഓക്കെ. കഴിഞ്ഞോ? പിരിച്ചെഴുതി എല്ലാവർക്കും ആയോ? ഓക്കെ. ഇവിടെ അബ്ദുൽ ബാസിന് കഴിഞ്ഞോ മോനെ? ഓക്കെ. ആഷിൻ, ആരോൺ, കെ, അജിത്ത് എന്തായി? എഴുതിയോ? അപ്പൊ നെക്സ്റ്റ് വൺ എന്നാ? 4th ചേർത്തെഴുതാം അല്ലേ? ചേർത്തെഴുതാം. ഓക്കെ. നമ്മെ പ്ലസ് കാണുന്ന. നമ്മെ കാണുന്ന. ഇക്ക വേണം. നമ്മെ കാണുന്ന. ക വേണം അവിടെ. നമ്മെ കാണുന്ന. നമ്മെ പ്ലസ് കാണുന്ന. നമ്മെ കാണുന്ന. നെക്സ്റ്റ് വൺ നന്ദി പ്ലസ് എഴുന്നവർ. എന്താവും? നന്ദി എഴുന്നവർ. ഓക്കെ. ഏച്ചിനോട്ടിട്ട് യാ. നന്ദി എഴുന്നവർ. നന്ദി ഏ. യാക്ക് മുമ്പില് ഏ ചിഹ്നോട്ട് യാ എഴുതണം. യാ. നന്ദി എഴുന്നവർ. നന്ദി എഴുന്നവർ. എന്തല്ല എഴുതിയോ? ഓക്കെ, ഗുഡ്. നെക്സ്റ്റ് പൊക്കി പ്ലസ് കൊണ്ട്. എന്താണ്? പൊക്കിക്കൊണ്ട് അല്ലേ? അവിടെ എന്ത് വരും? കോക്ക് വരെ ഇക്ക വരും അല്ലേ? ഓക്കെ. എന്തായാലും എഴുതണേ, ഇക്ക എഴുതണം. മറ്റേ ക്വസ്റ്റ്യൻസ് എഴുതി തരുമ്പോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ എഴുതി സെൻഡ് ചെയ്ത് തരാം കേട്ടോ വാട്സാപ്പില്. പൊക്കിക്കൊണ്ട്. പൊക്കിക്കൊണ്ട്. കഴിഞ്ഞോ? കഴിഞ്ഞല്ല? ഓക്കെ, കഴിഞ്ഞു അല്ലേ? എബിൻ എഴുതിക്കോ മെല്ലനെ, തെറ്റിക്കരുതേ. അപ്പൊ പൊക്കി പ്ലസ് കൊണ്ട്. പൊക്കിക്കൊണ്ട്. നെക്സ്റ്റ് വൺ എന്തേ? അല്ല കഴിഞ്ഞോ? എവിടെ? വേണം വേണം. പൊക്കി പ്ലസ് കൊണ്ട് എന്നുള്ളത് ആ കാ ഇരട്ടിക്കും. അപ്പൊ ഇക്ക വേണം. ഓക്കെ. നെക്സ്റ്റ് മറ്റ് പ്ലസ് ആര്. എന്താ വരുക? മറ്റാര്. ചന്ദ്രക്കല പോവും. എന്ത് ചെയ്യും? ആ ചിഹ്നം വരും. അപ്പൊ മറ്റാര്. മറ്റ് പ്ലസ് ആര്. മറ്റാര്.
ഓക്കെ, കഴിഞ്ഞു എല്ലാവർക്കും? എഴുതി കഴിഞ്ഞവരൊന്ന് കൈ കാണിച്ചേ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, എല്ലാവരും എഴുതി അല്ലെ? ഷെഫി എഴുതിയില്ലേ? ഷെഫി എഴുതിയോ മോളെ? ഷെഫി പ്ലീസ് അൺമ്യൂട്ട്. ഷെഫി എഴുതി കഴിഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ആരോൺ എഴുതി കഴിഞ്ഞു? ആരോൺ ആരോൺ അപ്പൊ നെക്സ്റ്റ് ചോദ്യോത്തര മത്സരം നടത്താം എന്നാണ് അല്ലേ? മത്സരാണ് ഇവിടെ, ചോദ്യോത്തരം. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ നിങ്ങൾ പറയണേ. അപ്പൊ എന്താ ആദ്യത്തെ ചോദ്യം? നായി നമ്മോട് സ്നേഹം കാണിക്കുന്നത് എങ്ങനെ? എങ്ങനെയാ കാണിക്കുന്നത് നമ്മോട് സ്നേഹം? ആര് പറയുന്നു? ആരാ പറയുന്നേ? ഫസ്റ്റ് വൺ ആൻസർ അൽനാഗസ്റ്റ്. ഓക്കെ, എങ്ങനെയാ നായി നമ്മോട് സ്നേഹം കാണിക്കുന്നേ? വാലാട്ടി. ഓക്കെ, എന്ത് ചെയ്യും? വാലും പൊക്കിക്കൊണ്ട് നമ്മുടെ വാല് വന്ന് കേറും അല്ലേ? അപ്പൊ നായി നമ്മോട് സ്നേഹം കാണിക്കുന്നത് അങ്ങനെയാണ് അല്ലേ? നെക്സ്റ്റ് ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. ആരാ വായിക്കുന്നേ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാൻ പറ്റുന്ന ആർക്കാ? നെക്സ്റ്റ് ഓക്കെ, ദേവാഞ്ജന എന്നാ വായിക്കും. വല്ലതും കൊടുക്കുന്ന പുരുഷനോട് നായി എങ്ങനെയാണ് ബഹുമാനം കാണിക്കാറുള്ളത് അല്ലേ? എങ്ങനെയാ കാണിക്കുന്നേ? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? അല്ല കൈപൊക്കുന്നുണ്ട്. ബാക്കി ആർക്കൊക്കെ അറിയാം? ഓക്കെ, ആദിദേവ്. വല്ലതും കൊടുക്കുന്ന പുരുഷനെ ആദിദേവ് അൺമ്യൂട്ട്. ഉടൻ കേറും. ഓക്കെ, അത് അതിനെ വളരെ ബഹുമാനം അല്ലെ? വളരെ ബഹുമാനത്തോടെ നമുക്ക് അളവധികാരം നന്ദിയുണ്ട്, പിന്നെന്താ വാലും പൊക്കി കാണാൻ വേണ്ടി വന്നു കയറും. ബഹുമാനത്തോടെ പെരുമാറും അല്ലെ പുരുഷനോട്? ഓക്കെ, വല്ലതും കൊടുക്കുന്ന പുരുഷനോട് എന്ത് ചെയ്യും? വളരെ ബഹുമാനത്തോടു കൂടി നായ പെരുമാറും. പിന്നെന്താ? നായയുടെ കിടപ്പ് എങ്ങനെയാണെന്നാണ് കവി സൂചിപ്പിക്കുന്നത്. എങ്ങനെയാണ് കവി സൂചിപ്പിക്കുന്നത്? എങ്ങനെ നായയുടെ കിടപ്പ്? ആരാ പറയുന്നേ? ഓക്കെ, എബിൻ ബിജു. പറ്റത്താണ് നിലത്ത് കിടക്കും പറ്റേത്താണ് നിലത്ത് കിടക്കും പരിചോട്. അപ്പൊ താണ് നിലത്ത് കിടക്കും അല്ലേ? പരിചോട് എഴുന്നേൽക്കും, കാലും കയ്യും സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് അതെല്ലാം. വരികൾ കണ്ടെത്താം. എന്തെങ്കിലും നൽകുന്ന ആളോട് വളരെ ആദരവാണ്. അപ്പൊ അതെങ്ങനെയാണെന്ന്? അതിന്റെ വരി എന്താ? എന്തെങ്കിലും നൽകുന്ന ആളോട് വളരെ ആദരവാണ് എന്നുള്ള അർത്ഥം വരുന്നത് എന്തിനാ? വല്ലതും ഒന്ന് കൊടുക്കും പുരുഷന് വളരെ ബഹുമാനം എന്ന വരികളാണ് ഇതിലത്തെ വരുന്നത് അല്ലെ? അപ്പൊ അതുപോലെ നല്ല ഒരു വീടിന് ദൈവം കഴിഞ്ഞാൽ നായ് മാത്രമേ സഹായമുള്ളൂ എന്ന അർത്ഥം വരുന്ന വരി ഏതാ? ആരാ പറയുന്നേ? അതായത് നല്ല ഒരു വീടിന് ദൈവം കഴിഞ്ഞാൽ നായ് മാത്രമേ തുണയുള്ളൂ, സഹായമുള്ളൂ എന്നർത്ഥം വരുന്ന വരി ഏതാ അതില് ശ്രീദേവേ? ഓക്കെ, നല്ലൊരു വീട്ടിന് ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ അല്ലേ? അതെടുത്ത് എഴുതിയേ. നല്ലൊരു വീടിന് ദൈവം കഴിഞ്ഞാൽ നായ് മാത്രമേ സഹായമുള്ളൂ എന്ന അർത്ഥം വരുന്ന വരികള് ഏതാ? നല്ലൊരു വീടിന് ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ. അതെടുത്ത് എഴുതിയേ പാട്ട് നോക്കിയിട്ട്. നമ്മൾ ഉറക്കം കൊണ്ട് കറങ്ങുന്നില്ലേ, അതിന്റെ താഴത്തെ വരി. നല്ലൊരു വീട്ടിന് ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ. ആ വരി എടുത്ത് വൃത്തിയിൽ എഴുതിയേ.
നല്ലൊരു വീട്ടിന് ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ. എഴുതിയോ മക്കളെ? നല്ലൊരു വീട്ടിനു ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ. എഴുതിയോ എല്ലാവരും? ഓക്കെ, അപ്പുറത്ത് നോക്കി എഴുതണേ, മിസ്റ്റേക്ക് വരുത്തരുതേ. നല്ലൊരു വീട്ടിനു ദൈവമൊഴിഞ്ഞി നായേ തുണയുള്ളൂ. അതാണ് എഴുതേണ്ടത് അല്ലേ? ഓക്കെ. ഇനി ഏതാ ഏഴാമത്തെ പഠന പ്രവർത്തനങ്ങളിൽ? ഏഴാമത്തെ എന്താ? സമയത്തെ കുറിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും എഴുതാം അല്ലെ? സമയത്തെ കുറിക്കുന്ന പദങ്ങളും പ്രയോഗങ്ങളും എഴുതാം. അപ്പൊ നടുരാവ്, നടുരാവ് എന്നതിന് എന്താ അർത്ഥം? എന്താ? പാതിരാത്രി. എഴുതിക്കോ. എന്തേ ബിൻ? പാതിരാത്രി. എടുത്തെഴുതിക്കോ. നടുരാവ്, പാതിരാത്രി. നടുരാവ് എന്നുള്ളതിന് നേരെ എഴുതണം. എന്തെഴുതണം? പാതിരാത്രി. ഓക്കെ, കഴിഞ്ഞോ? അപ്പൊ നടുരാവ്, പാതിരാത്രി. ഇത് പാതിരാത്രി തന്നെ ഉണ്ടായത്. ഓക്കെ, നടുരാവ്, പാതിരാത്രി. നെക്സ്റ്റ് നട്ടുച്ച. നട്ടുച്ച ഏതാ? നട്ടുച്ച? ഏതാ? എന്താ ആഷിൻ? ആഷിൻ? ഓക്കെ, നട്ടുച്ച ഉച്ച സമയം അല്ലേ? ഉച്ച സമയം. നട്ടുച്ച പറഞ്ഞ ഉച്ച സമയം. ഓക്കെ, നട്ടുച്ച. അൺമ്യൂട്ട് ആയല്ലോ വീണ്ടും. ഉച്ച സമയം. ഓക്കെ, അപ്പൊ നട്ടുച്ച ഉച്ച സമയം അല്ലേ? ഉച്ച സമയത്തില്ല നമ്മൾ നട്ടുച്ച പറയുക. നല്ല ഉച്ച സമയത്തുള്ള ചൂടുള്ള സമയത്തിനാണ് എന്ത് പറയുക? നട്ടുച്ച. ഓക്കെ, നെക്സ്റ്റ് എഴുതിയോ? നേരെ എഴുതുന്നുണ്ടോ എല്ലാവരും? ഓക്കെ, നട്ടുച്ച ഉച്ച സമയം. നെക്സ്റ്റ് മൂവന്തി. മൂവന്തി, മൂന്നും കൂടുന്ന നേരം അല്ലെ? അതാണ് മൂവന്തി. അപ്പൊ അതിന് വൈകുന്നേരം അല്ലെങ്കിൽ വൈകുന്നേരം അങ്ങനെ എഴുതിയാൽ മതി. മൂവന്തി വൈകുന്നേരം അല്ലെ? മൂന്ന് നേരവും കൂടുന്ന സമയം, അതാണ് ഏകദേശം വൈകുന്നേരം ആകുന്ന സമയം. വൈകുന്നേരം. എഴുതിയോ? അപ്പൊ മൂവന്തി എല്ലാം മൂന്ന് നേരം കൂടെ കൂടുന്ന സമയാണ്, അതായത് വൈകുന്നേരം, ഏകദേശം വൈകുന്നേരം, സന്ധ്യക്ക് മുമ്പ്. ഓക്കെ, നെക്സ്റ്റ് എഴുതുന്നുണ്ടോ? എഴുതി കഴിഞ്ഞ എല്ലാവർക്കും? മൂവന്തി വൈകുന്നേരം.
ആർക്കെങ്കിലും എഴുതി കഴിഞ്ഞിട്ടെങ്കിൽ പറയണേ. ഷംവീൽ എഴുതിയോ? ഷെഫി, എബിൻ, അബ്ദുൽ ബാസിദ്, നിഹാൽ എഴുതി കഴിഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞേ മിസ്സിനോട്. ഓക്കെ, കൈ കാണിച്ചു. ഓക്കെ, കഴിഞ്ഞു അല്ലെ. അപ്പൊ നെക്സ്റ്റ് 10 വെളുപ്പിന് കേട്ടിട്ടുണ്ടോ നിങ്ങൾക്ക്? അതിരാവിലെ അല്ലെ. 10 വെളുപ്പിന് പറഞ്ഞ എന്താ? അതിരാവിലെ അല്ലെങ്കിൽ പുലർച്ചെ. 10 വെളുപ്പിന് മുറ്റത്തു നിൽക്കണെന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്. കസ്തൂരി മുല്ലയ്ക്ക് കാതുകുത്ത്. അപ്പൊ 10 വെളുപ്പിന് പറഞ്ഞ പുലർച്ചെ അല്ലെങ്കിൽ അതിരാവിലെ, ഏർലി മോർണിംഗ്. അതിരാവിലെ. ഷംവീൽ എഴുതുന്നില്ലേ മോനെ? ഓക്കെ. അപ്പോ 10 വെളുപ്പിന് അതിരാവിലെ അല്ലെങ്കിൽ പുലർച്ചെ. അതിരാവിലെ എഴുതിയാ മതി. നെക്സ്റ്റ് ത്രിസന്ധ്യ അല്ലെ. സന്ധ്യ, 3 കൂടുന്ന നേരം അല്ലെങ്കിൽ സന്ധ്യാസമയം. ത്രിസന്ധ്യ, സന്ധ്യാസമയം. സന്ധ്യ, സന്ധ്യ എന്ന് എഴുതിയാലും മതി. സന്ധ്യ അല്ലെങ്കിൽ സന്ധ്യാസമയം, കുഴപ്പമില്ല ഏതായാലും. ത്രിസന്ധ്യ, സന്ധ്യ അല്ലേ. സന്ധ്യ അറിയില്ലേ? ഇരുളും പകലും വരുന്ന സമയം, വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയാവുന്നതിന് മുമ്പേ ഉള്ള സമയം, അതാണ് സന്ധ്യ. ഓക്കെ. നെക്സ്റ്റ് കൂടുതൽ അറിയാം, അന്വേഷിക്കാം അല്ലെ. അടുത്തത് എല്ലാവർക്കും എഴുതി കഴിഞ്ഞോ? മിസ് സ്പീഡ് ആവുന്നില്ല പറയണേ, ടൈം കിട്ടുന്നില്ലെങ്കിൽ പറയണം. ഓക്കെ. ത്രിസന്ധ്യ, സന്ധ്യ. ഓക്കെ, കൂടുതൽ അറിയാം, അന്വേഷിക്കാം എന്നാണ് 8ാമത്തെ അല്ലെ. 8ാമത്തെ പഠനപ്പെട്ട. അപ്പൊ കാവൽ ജോലി ചെയ്യുന്നവരാണല്ലോ കാവൽക്കാർ. മറ്റു പലതരം ജോലിക്കാരെ നിങ്ങൾക്കറിയാം. ഏതൊക്കെയാ? കൃഷിക്കാർ, ചുമട്ടുകാർ, പത്രക്കാർ, വേട്ടക്കാർ അല്ലെ, പോലീസുകാർ. എഴുതിക്കോ. അടുത്ത കച്ചവടക്കാർ. അപ്പൊ ഏതാ എഴുതുന്നേ? പത്രക്കാർ എഴുതി, പോലീസുകാർ, അതൊരു ജോലിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയല്ലേ. കച്ചവടക്കാർ അല്ലെങ്കിൽ വേട്ടക്കാർ, കാവൽക്കാർ അല്ലെ, ഒരുപാടുണ്ട്. അപ്പൊ പോലീസുകാർ, കച്ചവടക്കാർ, വേട്ടക്കാർ. ഏതെങ്കിലും 2 എഴുതിയാ മതി. ഏതാ എഴുതുന്നേ? ഏതെങ്കിലും 2. പോലീസുകാർ, കച്ചവടക്കാരനോ അല്ലെങ്കിൽ വേട്ടക്കാർ, വേലക്കാർ, ഏതെങ്കിലും എഴുതിക്കോ. എഴുതിയോ? എന്താ എഴുതിയേ? പോലീസുകാർ, കച്ചവടക്കാർ. എഴുതിയോ? പോലീസുകാർ എഴുതാൻ അറിയില്ലേ എല്ലാവർക്കും? എന്തേ അബ്ദുൽ ബാസിത്തെ അൺമ്യൂട്ട് ചെയ്തോ? എന്തേ മിസ്സേ വിളിച്ചത്? ചേച്ചിക്ക് ഇപ്പൊ പരീക്ഷയുണ്ട്. അതെയാ? മോന് ലീവ് ചെയ്യണോ? ലീവ് ചെയ്തോ എന്നാല്. ഇത് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ പിന്നീട്. ഓക്കെ. അപ്പൊ പോലീസുകാർ, കച്ചവടക്കാരൻ ആദ്യത്തെ എഴുതുക. പിന്നെ പാട്ടുകാരി, പാൽക്കാരി, ചിത്രകാരി. അതിന് ശേഷം എഴുതുക എന്ന് എഴുത്തുകാരി, വേലക്കാരി. ആ 2 എഴുത്തുകാരി, എഴുതിട്ട് ഊച്ചിനൂട്ടിട്ട് എഴുതി ഊച്ചിനൂട്ട് കാരി, എഴുത്തുകാരി. പിന്നെന്ത് എഴുതണം? വേലക്കാരി. ഓക്കെ, വേലക്കാരി. വേലക്കാരി എഴുതിയോ? എഴുത്തുകാരി, വേലക്കാരി.
കിട്ടിയില്ലേ? അതേപോലെ അതായത് നമ്മുടെ ജോലിനെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, കാവൽ ജോലിക്ക് എന്ത് ചെയ്തു? കാവൽക്കാർ, അതുപോലെ കൃഷിക്കാർ, ചുമട്ടുകാർ, പത്രക്കാർ, പോലീസുകാർ, പിന്നെന്താ നമ്മൾ എഴുതിയേ? കച്ചവടക്കാർ, പിന്നെയോ പാട്ടുകാരി, പാൽക്കാരി, ചിത്രകാരി, എഴുത്തുകാരി, പിന്നെന്താ നമ്മൾ എഴുതിയേ? വേലക്കാരി. എഴുതണേ, വേലക്കാരി, പിന്നെ പൂക്കാരി, എന്തൊക്കെയോ എഴുതാം അല്ലെ, ഒരുപാടുണ്ട്. അത് രണ്ടെണ്ണം എഴുതിയാൽ മതി. എഴുതിയോ? കംപ്ലീറ്റ് ആയോ? അതുവരെ 18ാമത്തെ പേജ് കംപ്ലീറ്റ് ആയോ? ഒന്ന് കൈപൊക്കിയേ കഴിഞ്ഞവര്. കഴിയാത്തവരുണ്ടെങ്കിൽ വൃത്തി എഴുതിയിട്ട് പൊക്കിയാ മതിയേ. വെയിറ്റ് ചെയ്യാം. ശ്രീദേവി എഴുതി കഴിഞ്ഞോ? ഓക്കെ. നിഹാൽ, ദേവാഞ്ജന, ആഷിൻ, എബിൻ ബിജു കഴിഞ്ഞോ? കുറെ പേര് കൈപൊക്കിയിട്ടുണ്ട്. കൈപൊക്കാത്തവരെയാ വിളിക്കുന്നത് കേട്ടോ. ആൻഡ്രോസ്, അല്നെല്ലാം എഴുതി. സൂര്യദേവി കഴിഞ്ഞില്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ എഴുതി? കൃഷിക്കാർ, ചുമട്ടുകാർ, പത്രക്കാർ നിന്നെടുത്ത് എന്ത് ചെയ്തു? പോലീസുകാർ, കച്ചവടക്കാർ എഴുതി. നെക്സ്റ്റ് പാട്ടുകാരി, പാൽക്കാരി, ചിത്രകാരി. നെക്സ്റ്റ് എന്ത് എഴുതി? എഴുത്തുകാരി, വേലക്കാരി അല്ലേ? ഓക്കെ. പിന്നെ ഇനി വ്യത്യാസം കണ്ടുപിടിക്കാം എന്നാണ് അടുത്ത പേജിൽ അല്ലേ? ഇനി വ്യത്യാസം കണ്ടുപിടിക്കാം. എന്താ വ്യത്യാസം? വെള്ളക്കാരൻ. ഇത്രയും നേരം നമ്മൾ എന്താ പറഞ്ഞേ? ജോലിനെ അടിസ്ഥാനമാക്കി അല്ലെ, അവര് ചെയ്യുന്ന വർക്കിനെ അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ അവരെ ഓരോ പേരിൽ വിളിച്ചു. അപ്പൊ വെള്ളക്കാരൻ നിലയിൽ നമ്മൾ ഇത് വേറെ തന്നെയാണ് വരുന്നത് അല്ലെ? എന്താ വരുക? ആർക്കറിയാം അത്? വെള്ളക്കാരൻ. എന്താ അതിന്റെ വ്യത്യാസം എങ്ങനെയാ കണ്ടുപിടിക്കുക? ആർക്കെങ്കിലും അറിയോ? എബിൻ കൈപൊക്കുന്നു. എന്താ എബിൻ? വെള്ളക്കാരി. വെള്ളക്കാരൻ, വെള്ളക്കാരി അങ്ങനെ എഴുതാൻ പറ്റൂല നമുക്കിത്. ഇത്രയും നേരം നമ്മൾ എന്ത് ചെയ്തു? വർക്കിനെ അടിസ്ഥാനമാക്കി ചെയ്തു അല്ലെ? ഇതെങ്ങനെയാ? ഇത് വെള്ളക്കാരൻ. ഇപ്പൊ ബ്രിട്ടീഷുകാരെയാണ് പറയുന്നത് അല്ലെ? വെള്ളക്കാരൻ എന്ന് പറഞ്ഞാൽ വെളുത്ത വർഗക്കാർ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? നമുക്ക് രണ്ട് ഡിഫറെന്റ് വ്യത്യാസം എന്താണെന്ന് മനസ്സിലായോ? ഇത്രയും നേരം നമ്മൾ പറഞ്ഞത് എന്താ? അവരുടെ വർക്കിനെ അടിസ്ഥാനമാക്കി, അവര് ചെയ്യുന്ന തൊഴിലിനെ അടിസ്ഥാനമാക്കി നമുക്ക് കച്ചവടക്കാര്, കൃഷിക്കാര് അങ്ങനെ പറഞ്ഞു. മനസ്സിലാവുന്നുണ്ടല്ലോ നിങ്ങൾക്ക്? ഓക്കെ. അപ്പൊ എന്താ വരുക? ഇപ്പൊ എന്താ? അവരെ ഒരു ദേശത്തിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്ന ഇത് ഇടാ. വെള്ളക്കാരൻ അപ്പൊ ആരാ? ബ്രിട്ടീഷുകാർ. അവിടെ ഉണ്ട് ബ്രിട്ടീഷുകാർ, ഇംഗ്ലണ്ടുകാർ. ആരോ ഒരാൾ ഇപ്പൊ ഇംഗ്ലണ്ടുകാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതെന്നെ ബ്രിട്ടീഷുകാർ. ആഷിനെ അൺമ്യൂട്ട് ചെയ്തോ? ആഷിൻ എന്നോ പറയുന്നുണ്ടായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക് എന്താണ് വ്യത്യാസം? അപ്പൊ ബ്രിട്ടീഷുകാർ എഴുതാൻ അറിയില്ലേ? ബ്രിട്ടീഷുകാർന്ന് ഇവിടെ ആ വ്യത്യാസമാണ്. ഇത്രയും നേരം നമ്മള് അവര് ചെയ്യുന്ന ജോലിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മള് തിരിച്ചത്. ഇപ്പോഴും നമ്മൾ അവരെ ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? അവര് വെളുത്ത വർഗക്കാർ. എന്തല്ല അൺമ്യൂട്ട് ചെയ്തോ? ഓ ആ പാട്ടുകാരി, പാൽക്കാരി, ചിത്രക്കാരി അതിന്റെ അവിടെ എന്താ എഴുതണ്ടേ? പാട്ടുകാരി, പാൽക്കാരി, ചിത്രകാരി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ഇത്? എഴുത്തുകാരി, വേലക്കാരി. ഫസ്റ്റ് വരച്ചതിൽ എന്ത് എഴുതുക? എഴുത്തുകാരി, രണ്ടാമത്തേല് വേലക്കാരി. എഴുത്തുകാരി എഴുതിയേ കഴിഞ്ഞോ? ബാക്കിയുള്ളവർക്ക്? അപ്പൊ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസം പറയാം. ഇനി അടുത്തത് അപ്പൊ അതിലെന്താ എഴുതിയിട്ടുണ്ടായതാ? വെള്ളക്കാരൻ നിലത്ത് മനസ്സിലായോ? അത് എഴുതിയോ? പാട്ടുകാരി എന്നുള്ളത്. അപ്പൊ ഇപ്പഴും നമ്മൾ എന്താ വരുന്നേ? അതുപോലെ വെള്ളക്കാരൻ ഒരു ബ്രിട്ടീഷുകാരാണ്. അതായത് അവരുടെ ദേശത്തിനനുസരിച്ചാണ് അവിടെ
വ്യത്യാസം. അതാണ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ വെള്ളക്കാരൻ വെള്ളക്കാരിന്നല്ല, ബ്രിട്ടീഷുകാരനാ പറയുക അവിടെ. നെക്സ്റ്റ് പാവാടക്കാരി എങ്ങനെയാ വരുക? പാവാട ധരിക്കുന്ന ആള്, അതായത് പാവാടക്കാരി അല്ലെ, പാവാട ധരിക്കുന്നവള്, അതാണ് പാവാടക്കാരി. പാവാട ധരിക്കുന്നവളാണ് ആര്? പാവാടക്കാരി അല്ലെ. ആ വസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ വിളിക്കുന്നതാണ് പാവാടക്കാരി. നെക്സ്റ്റ് എന്താ? അപകടകാരി. അപകടം ഉണ്ടാക്കുന്ന ആളാണ് അല്ലെ അപകടകാരി. അപകടം ഉണ്ടാക്കുന്ന ആൾ അപകടകാരി. അപ്പൊ അത് അവരുടെ സ്വഭാവത്തിനെ അടിസ്ഥാനമാക്കി പറഞ്ഞാണ് അപകടകാരി. അപ്പൊ അപകടകാരന് വരില്ല കേട്ടോ. അത് അവിടെ അപകടം ഉണ്ടാക്കുന്ന ആൾ, അപകടം ഉണ്ടാക്കുന്ന ആൾ, അതായത് ഉപദ്രവം ഉണ്ടാക്കുന്ന ആൾ. അപകടം ഉണ്ടാക്കുന്ന ആൾ എഴുതിയാൽ മതി. ഉപദ്രവകാരി, അപകടകാരി, അപകടം ഉണ്ടാക്കുന്ന ആൾ. നമ്മുടെ സമയം കഴിയാറായി കേട്ടോ. ക്ലാസ്സിന്റെ സമയം കഴിയാറായി. മിസ് വേണമെങ്കിൽ ആ പേജിലെത്തത് ഒന്നുകൂടി നാളെ പറയാം. ഓക്കെ, ചിലപ്പോ ക്ലാസ് കട്ടാവുവേ.